ലോഗോസ് ക്വിസ് 2024 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 14 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു സുഖപ്പെടുത്തിയത് ആരെയായിരുന്നു? ഉത്തരം: ഒരു മഹോദര രോഗിയെ. ചോദ്യം: യേശു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വെച്ച് മഹോദര രോഗിയെ സുഖപ്പെടുത്തിയത് ഏത് ദിവസമായിരുന്നു? ഉത്തരം: സാബത്ത് ദിവസം. ചോദ്യം: സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്നു യേശു ചോദിച്ചത് ആരോട്, എവിടെ വച്ച്? ഉത്തരം: നിയമജ്ഞരോടും ഫരിസേയരോടുമാണ് ചോദിച്ചത്. ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വെച്ചാണ് ഈ ചോദ്യം ഈശോ ചോദിക്കുന്നത്. ചോദ്യം: സാബത്തിൽ എന്തു കിണറ്റിൽ വീണാലാണ് ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്ന് യേശു ചോദിച്ചത്? ഉത്തരം: പുത്രനോ കാളയോ. ചോദ്യം: സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും മറുപടി എന്തായിരുന്നു? ഉത്തരം: അവർ നിശബ്ദരായിരുന്നു. ചോദ്യം: ലൂക്കാ സുവിശേഷകന്റെ വാക്കുകളിൽ യേശു മഹോദര രോഗിയെ സുഖപ്പെടുത്തിയത് എങ്ങനെയാണ്? ഉത്തരം: യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. ചോദ്യം: യേശുവിന്റെ ഏത് ചോദ്യത്തിനാണ് ഫരിസേയർക്കും നിയമജ്ഞർക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: സാബത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങളിൽ ആരുണ്ട് എന്ന ചോദ്യത്തിന്. ചോദ്യം: മഹോദര രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം യേശു ഫരിസേയരോട് ഉന്നയിച്ച ചോദ്യത്തിന്റെ ആശയം എന്താണ്? ഉത്തരം: സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. ചോദ്യം: ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുതെന്ന് യേശു ഉപദേശിച്ചത് എന്ത് കണ്ടപ്പോഴാണ്? ഉത്തരം: ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോഴാണ്. ചോദ്യം: ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെട്ടാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുതെന്ന് യേശു പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. ചോദ്യം: ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ഉത്തരം: ഇരുന്നിരുന്ന പ്രമുഖ സ്ഥാനം എന്നേക്കാൾ ബഹുമാന്യനായ ഒരുവന് കൊടുക്കുക എന്ന് ആതിഥേയം പറയുമ്പോൾ. ചോദ്യം: വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ നീ എവിടെ പോയി ഇരിക്കണമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: അവസാനത്തെ സ്ഥാനത്ത്. ചോദ്യം: ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാവുന്നത് എപ്പോഴാണ്? ഉത്തരം: ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ. ചോദ്യം: തന്നെ ഉയർത്തുന്നവന് എന്ത് സംഭവിക്കും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: താഴ്ത്തപ്പെടും. ചോദ്യം: തന്നെ താഴ്ത്തുന്നവന് എന്തു സംഭവിക്കും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: ഉയർത്തപ്പെടും. ചോദ്യം: നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ എങ്ങനെയുള്ളവരെ ക്ഷണിക്കരുതെന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഉത്തരം: സ്നേഹിതർ, സഹോദരർ, ബന്ധുക്കൾ, ധനികരായ അയൽക്കാർ. ചോദ്യം: നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ ക്ഷണിച്ചാൽ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് എന്തായിത്തീരുകയും ചെയ്യും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: പ്രതിഫലമായി തീരുകയും ചെയ്യും. ചോദ്യം: ഒരു സദ്യ നടത്തുമ്പോൾ എങ്ങനെയുള്ളവരെ ക്ഷണിക്കുവാനാണ് യേശു ഉപദേശിക്കുന്നത്? ഉത്തരം: ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ. ചോദ്യം: ഒരു സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുമ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം:
പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. ചോദ്യം: നീ ഒരു സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുന്ന നിനക്ക് എപ്പോൾ പ്രതിഫലം ലഭിക്കുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ. ചോദ്യം: ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ യേശുവിനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരാൾ യേശുവിന്റെ വചനം കേട്ടിട്ട് അവനോട് പറഞ്ഞതെന്ത്? ഉത്തരം: ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ചോദ്യം: യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞപ്പോൾ യേശു അരുളി ചെയ്ത ഉപമയേത്? ഉത്തരം: വിരുന്നിന്റെ ഉപമ. ചോദ്യം: വിരുന്നിന്റെ ഉപമയിൽ സദ്യയൊരുക്കിയ ശേഷം ക്ഷണിക്കപ്പെട്ടവരെ അറിയിക്കാനായി യജമാനൻ ദാസരെ അയച്ചപ്പോൾ ഒന്നാമൻ പറഞ്ഞ ഒഴിവു കഴിവെന്ത്? ഉത്തരം: ഒരു വയൽ വാങ്ങിയത് പോയി കാണേണ്ടിയിരിക്കുന്നു. ചോദ്യം: വിരുന്നിന്റെ ഉപമയിൽ സദ്യയൊരുക്കിയ ശേഷം ക്ഷണിക്കപ്പെട്ടവരെ അറിയിക്കാനായി യജമാനൻ ദാസരെ അയച്ചപ്പോൾ രണ്ടാമൻ പറഞ്ഞ ഒഴിവു കഴിവെന്ത്? ഉത്തരം: 5 ജോഡി കാളകളെ വാങ്ങിയതുകൊണ്ട് അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകേണ്ടിയിരിക്കുന്നു. ചോദ്യം: വിരുന്നിന്റെ ഉപമയിൽ സദ്യയിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കപ്പെട്ട രണ്ടാമൻ താൻ എന്ത് വാങ്ങിയെന്ന ഒഴിവുകഴിവാണ് പറഞ്ഞത്? ഉത്തരം: 5 ജോഡി കാളകളെ. ചോദ്യം: വിരുന്നിന്റെ ഉപമയിൽ വലിയ സദ്യ ഒരുക്കിയ ശേഷം യജമാനൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ മൂന്നാമൻ പറഞ്ഞ ഒഴിവു കഴിവെന്ത്? ഉത്തരം: എന്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ വരാൻ നിവൃത്തിയില്ല. ചോദ്യം: വലിയ സദ്യ ഒരുക്കിയ ശേഷം യജമാനൻ ദാസരെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ എത്ര പേരുടെ ഒഴിവുകഴിവാണ് മഹാവിരുന്നിന്റെ ഉപമയിൽ കാണുന്നത്? ഉത്തരം: 3 പേരുടെ. ചോദ്യം: ക്ഷണിക്കപ്പെട്ടവർ സദ്യയ്ക്ക് വരാൻ വിസമ്മതിച്ചപ്പോൾ പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് എങ്ങനെയുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഗൃഹനാഥൻ ദാസനോട് കൽപ്പിച്ചത്? ഉത്തരം: ദരിദ്രർ, വികലാംഗർ, കുരുടർ, മുടന്തർ. ഇത് വേറൊരു വിധത്തിലും ചോദിക്കാം. ക്ഷണിക്കപ്പെട്ടവർ സദ്യയ്ക്ക് വരാൻ വിസമ്മതിച്ചപ്പോൾ എവിടെ ചെന്ന് ദരിദ്രർ, വികലാംഗർ, കുരുടർ, മുടന്തർ എന്നിവരെ വിളിച്ചുകൊണ്ടുവരാനാണ് ഗൃഹനാഥൻ ദാസനോട് കൽപ്പിച്ചത്? അതിനുത്തരം വരുന്നത് പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന്. ചോദ്യം: നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും വിരുന്നിന് കൂട്ടിക്കൊണ്ടുവരികയെന്ന് ദാസനോട് പറഞ്ഞപ്പോൾ യജമാനന്റെ വികാരം എന്തായിരുന്നു? ഉത്തരം: കോപം. ചോദ്യം: ക്ഷണിക്കപ്പെട്ടവർ സദ്യയ്ക്ക് വരാൻ താമസിച്ചപ്പോൾ കോപിച്ചത് ആരാണ്? ഉത്തരം: ഗൃഹനാഥൻ. ചോദ്യം: വിരുന്നിന്റെ ഉപമയിൽ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഒഴികഴിവ് പറഞ്ഞപ്പോൾ 1-ാം പ്രാവശ്യവും 2-ാം പ്രാവശ്യവും എവിടെയെല്ലാം ചെന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുവരുവാനാണ് യജമാനൻ കൽപ്പിച്ചത്? ഉത്തരം: 1-ാം പ്രാവശ്യം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും, 2-ാം പ്രാവശ്യം പെരുവഴിയിലും ഇടവഴികളിലും. ചോദ്യം: പെരുവഴിയെക്കുറിച്ചും ഇടവഴിയെക്കുറിച്ചുമുള്ള ലൂക്കാസ് സുവിശേഷത്തിലെ വാക്യമേത്? ഉത്തരം: നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എന്റെ വീടു നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. ചോദ്യം: നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എന്റെ വീടു നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: വിരുന്നിന്റെ ഉപമയിൽ യജമാനൻ ദാസനോട്. ചോദ്യം: വിരുന്നിന്റെ ഉപമയിൽ ആര് തന്റെ വിരുന്ന് ആസ്വദിക്കയില്ല എന്നാണ് യജമാനൻ ദാസനോട് പറയുന്നത്? ഉത്തരം: ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരിൽ ഒരുവനും. ചോദ്യം: സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. യേശു ആരുടെ നേരെ തിരിഞ്ഞാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം: വലിയ ജനക്കൂട്ടങ്ങളുടെ.
ചോദ്യം: ആരെയെല്ലാം വെറുത്തുകൊണ്ട് യേശുവിന്റെ അടുത്തു വരുന്നവനാണ് തന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വജീവനെ തന്നെയും വെറുക്കുന്നവൻ. ചോദ്യം: എന്തു ചെയ്യാതെ യേശുവിന്റെ പിന്നാലെ വരുന്നവനാണ് അവിടുത്തെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ലെന്ന് യേശു പറയുന്നത്? ഉത്തരം: സ്വന്തം കുരിശു വഹിക്കാതെ. ചോദ്യം: യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം: സർവ്വതും പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് യേശുവിന്റെ പിന്നാലെ ചെല്ലുക. ചോദ്യം: ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ ജനക്കൂട്ടത്തോട് ഒരു ശിഷ്യനായി തന്നെ അനുഗമിക്കുന്നതിനാവശ്യമായി യേശു അരുളി ചെയ്യുന്ന രണ്ടാമത്തെ വ്യവസ്ഥ ഏത്? ഉത്തരം: സ്വന്തം കുരിശുമെടുത്ത് യേശുവിന്റെ പിന്നാലെ ചെല്ലുക. പൂരിപ്പിക്കുക. ഡാഷ് പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ഡാഷ് ആദ്യമേ തന്നെ കണക്കു കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? ആദ്യത്തെ ഫില്ലപ്പ് വരുന്നത് ഗോപുരം, രണ്ടാമത്തേത് ചെലവ്. വാചകമായി പറയുമ്പോൾ, ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കു കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? ചോദ്യം: എന്തിന്റെ അടിത്തറ കെട്ടിക്കഴിഞ്ഞാണ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ അധിക്ഷേപിക്കും എന്ന് യേശു പറയുന്നത്? ഉത്തരം: ഗോപുര. ചോദ്യം: എന്തു ചെയ്യാതെ നിങ്ങളിലാർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ഉത്തരം: തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ. ചോദ്യം: ഉപ്പ് മണ്ണിനോ വളത്തിനോ ഉപകരിക്കുകയില്ലാത്തത് എപ്പോഴാണ്? ഉത്തരം: ഉറകെട്ട് പോകുമ്പോൾ. ചോദ്യം: ഉപ്പിന് ഉറകെട്ടു പോയാൽ ആളുകൾ അത് എന്തു ചെയ്യും? ഉത്തരം: പുറത്തെറിഞ്ഞ് കളയുന്നു. മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല, ആളുകൾ അത് പുറത്തെറിഞ്ഞ് കളയും.